റഫീഖിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു തക്കാളി ചമ്മന്തിയാണ്. ചോറിനും ദോശക്കും ഇഡലിക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 250 ഗ്രാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീഡിയം സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി, 1 വലിയ വെളുത്തുള്ളി, 1 കഷ്ണം വാളംപുളി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 50 ഗ്രാം എണ്ണ. ഞാൻ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക. ഒരു 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. മുളക് നല്ലോണം അത് മൂത്തിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3-4 വേപ്പില ഇടാം. അത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വറ്റൽമുളകിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കണം ഇഞ്ചി, വെളുത്തുള്ളി അതൊന്ന് വഴറ്റി നമുക്കിതിനകത്തോട്ട് മാറ്റി കൊടുക്കാം. ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പെടുത്ത് വെച്ചിരുന്ന് പകുതി ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒരുമാതിരി വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി സവാളയും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് കിട്ടുന്നവരെ നമുക്ക് സ്ലോ ഫ്ലെയിമിലിടാം. തക്കാളി നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകുള്ള ഇട്ട് കൊടുക്കാം. ആ ഉണ്ടപ്പുളി അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുണ്ടായ ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ മിക്സിയുടെ ജാറെടുത്ത് നമുക്കത് അരച്ചുകൊണ്ട് വരാം. നമ്മൾ നേരത്തെ ആദ്യം തന്നെ വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും കൂടി വാട്ടി വെച്ച് അതും കൂടി നമുക്കതിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. നമുക്ക് ഈ പാനിലോട്ട് തന്നെ എണ്ണ ഒഴിച്ച് അത് കടുക് വറുക്കാൻ വെച്ചിട്ട് നമുക്ക് അരക്കാൻ പോകും. ഞാൻ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം കടുക് പൊട്ടി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കണം ഈ തക്കാളി ചട്നി നല്ലത്. ഇത് വളരെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ്. ചോറ്, ദോശ, ഇഡലിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പവും വളരെ രുചികരവുമായതാണ് നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തയ്യാറ് നോക്കുക. വളരെ രുചികരമായ ഈ തക്കാളി ചമ്മന്തി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാൻ. നന്ദി, നമസ്കാരം.